ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്കെല്ലാവരുടെയും ആഗ്രഹമാണ് ആർക്കും അറിയാത്ത പോലെ ഒരു ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. അല്ലേ? ഇന്ന് നമ്മൾക്ക് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന വീഡിയോ നോക്കാം. ഞാൻ ലിപ്സ്റ്റിക് ഉണ്ടാക്കി ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ കളറ്. സോ ഞാനിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് പിഗ്മെന്റഡ് ലിപ്സ് ഉണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് പിഗ്മെന്റഡ് ലിപ്സ് വരും കേട്ടോ. എനിക്കങ്ങനാണ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ ലിപ്സൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് നല്ല കുഞ്ഞ് ലിപ്സാണ്. നല്ല ചുമന്ന ലിപ്സാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ലിപ്സാണ് എനിക്ക് കിട്ടുന്നത്. എനിക്കതിൽ ഭയങ്കര പ്രൗഡാണ്. സെന്ററിൽ കുറച്ച് കളറും സൈഡിൽ കൂടെ കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള ലിപ്സാണ് എൻ്റേത്. എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ലിപ്പ് ലൈൻ വരയ്ക്കുമ്പോൾ വളരെ ഈസിയാണ്. ലിപ്പ് ലൈനറിന്റെ ആവശ്യം എനിക്ക് വരാറില്ല. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ലിപ്സ്റ്റിക്ക്. ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ലിപ്പിന് യാതൊരു ദോഷവുമില്ല. നിങ്ങൾക്ക് സേഫ് ആയിട്ട് ലിപ്സിലിടാം. നമ്മൾക്ക് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ലിപ്സ്റ്റിക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീ വാക്സ് ആണ്, അതായത് തേൻ മെഴുക്. പിന്നെയും നമ്മൾക്കൊരു വാക്സ് തന്നെയാണ് വേണ്ടത്. കർണോവ വാക്സ് എന്ന് പറയും. ഇതാണ് വേണ്ടത്. അടുത്തതായിട്ട് വേണ്ടത് നമ്മൾക്ക് ഈ വാക്സ് ആണ്. ഈ വാക്സിൻ്റെ പേരാണ് കാൻഡിലില്ല വാക്സ്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഇന്ന് ലിപ്സ്റ്റിക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ആണ്. ഇത് കുറച്ച് മതിയാവും. വൈറ്റമിൻ ഇ ആണ് നമ്മുടെ ചുണ്ടിൻ്റെ സ്കിന്നിനെ ടാൻ മാറ്റാനും സൂത്ത് ചെയ്യാനും കളർ തരാനും നല്ല റെഡ് കളർ തരാനും പീലാകാതെയൊക്കെ നോക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾക്ക് പിന്നെ കാസ്റ്റർ ഓയിൽ കൂടെ വേണം. നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നതെന്ന്. ലിപ്സ്റ്റിക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലൊരു ഗ്ലാസ് വെസൽ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾക്ക് 5 ഗ്രാം കർണോവ വാക്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. നിങ്ങൾക്ക് എത്ര ലിപ്സ്റ്റിക് ഉണ്ടാക്കണം എന്ന് കൗണ്ട് ചെയ്തോളൂ. ഞാൻ എല്ലാം തന്നെ 5 ഗ്രാംസ് വീതമാണ് എടുക്കുന്നത്. നമ്മൾക്ക് 5 ഗ്രാം കാൻഡില്ല വാക്സ് കൂടെ ഇടാം. നിങ്ങൾ അളക്കാൻ പറ്റുമെങ്കിൽ അളന്നോളൂ. ഇതാണ് ലിപ്സ്റ്റിക്കിന് സ്റ്റെബിലിറ്റി തരുന്നതും സ്മൂത്ത്നെസ് തരുന്നതുമൊക്കെ. പിന്നെ നമ്മൾക്ക് അതിലേക്ക് ഇപ്പോൾ ഇടേണ്ടത് ബീ വാക്സ് ആണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ബീ വാക്സ് ആണ്, തേൻ മെഴുകാണ്. ഇത് പ്യോർ ഹണി ബീ വാക്സ് ആണ്. നമ്മുടെ ചുണ്ടിലിടുന്നത് കാരണം അതാണ് ഏറ്റവും നല്ലത്. നമ്മൾക്ക് കുറച്ച് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. കാസ്റ്റർ ഓയിൽ ഒഴിക്കണമില്ലെങ്കിൽ ലിപ്സ് ഫ്ലേക്കി ആയിട്ട് വരും. നമ്മൾക്ക് വൈറ്റമിൻ ഇ ഒഴിക്കാം. വൈറ്റമിൻ ഇ ആണ് ലിപ്സിന് കളർ തരുന്നത്. ചുണ്ടിൻ്റെ സ്കിന്നിനെ റെജനുവേറ്റ് ചെയ്യാനും സോഫ്റ്റ് ആക്കി വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ. ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നന്നായിട്ട് ഉരുക്കിയെടുക്കാം. പക്ഷേ 100°C വരണ്ട, 70° മതിയാവും. നമ്മൾക്ക് വെള്ളം വെച്ച് ചൂടാകുമ്പോൾ നമ്മൾക്ക് ഉരുകാനുള്ള സാധനങ്ങൾ ഇറക്കി വയ്ക്കാം. നമ്മൾക്ക് ഇത് അതിൽ ഇറക്കി വെച്ച് ഉരുക്കിയെടുക്കാം. ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഒലിവ് ഓയിൽ കൂടെ ഒഴിച്ച് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ നല്ല പ്യുവർ റെഡ് കളറാണ് ഉണ്ടാക്കുന്നത്. കുറച്ചായിട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കൊണ്ട് സിമ്മിലിടുവാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഒരു 3 to 4 മിനിറ്റ്സ് ചൂടാക്കിയാൽ മതിയാവും. ഇതൊന്നെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഒറ്റയടിക്ക് എല്ലാ കളറും കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കളറ് നല്ല കോസ്റ്റ്ലി കളറാണ്. ഈ കളറിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ലിങ്ക് കൊടുത്തേക്കാം.
എനിക്ക് ശരിക്കും ഞാൻ ലിപ്സ്റ്റിക് ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് അത്രയ്ക്കും കോസ്റ്റ്ലി ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചപ്പോൾ പോലും എനിക്ക് ഇത്ര സന്തോഷമുണ്ടായിട്ടില്ല. യുഎസ്ഇന്നൊക്കെ കൊണ്ടുവന്ന ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നല്ല ലിപ്സ്റ്റിക്കാണ് കേട്ടോ അതൊക്കെ. അതിൻ്റെയൊക്കെ ഈക്വൽ ആയിട്ടൊരു ക്വാളിറ്റിയുള്ള ലിപ്സ്റ്റിക് പോലും ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ ലിപ്സ്റ്റിക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് അത്രയ്ക്ക് അതിനോടൊരു സ്നേഹം. സോ ഇതാണ് നമ്മളുടെ ലിപ്സ്റ്റിക്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഒരുപാട് ബിഗിനിങ് കുറേ നാളുകളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് ലിപ്സ്റ്റിക് ഉണ്ടാക്കുമോ? ലിപ്സ്റ്റിക് ഉണ്ടാക്കുമോ? റെഡ് ലിപ്സ്റ്റിക് ഉണ്ടാക്കുമോ എന്നൊക്കെ. ഇത് കംപ്ലീറ്റ് റെഡ് അല്ല. കാരണം നമ്മൾ കെമിക്കൽ ചേർക്കാത്തത് കൊണ്ട് അത്രയ്ക്ക് റെഡില്ല. നിങ്ങൾക്ക് എൻ്റെ ലിപ്സ് കാണാം. ഇതാണ് കളറ്. ഇത് എല്ലാവർക്കും വളരെ ഡീസൻ്റ് ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു കളറാണ്. കാരണം ഒരുപാട് കളർ ഇടാൻ ആഗ്രഹിക്കാത്ത കുറേ പേരുണ്ട്. ഒരു ഏജ് ആയി കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടണം എന്ന ആഗ്രഹവുമുണ്ട്. എന്നാൽ ആൾക്കാര് കണ്ടാൽ ഒന്നും പറയാനും പാടില്ല. ഇത് ആവശ്യത്തിന് നല്ല കളറുണ്ട് കേട്ടോ. 2ഓ 3ഓ ലെയർ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ നന്നാവും. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ കളർ കിട്ടും. ഇപ്പോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ലുക്കുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലിപ്സൊക്കെ എല്ലാം നമ്മൾ കെയർ ചെയ്യണം. ലിപ്പിനെ കുറച്ച് കെയർ ചെയ്യേണ്ട അത്യാവശ്യം. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ ലിപ്പിനുള്ള സ്കിന്നും ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ തുപ്പൽ കൊണ്ട് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ശരീരത്തിനകത്തോട്ട് പോകുന്നതും ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വൈറസ് ഉള്ള സ്ഥലത്ത് പോവുമായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റിനും ഇപ്പോൾ അറ്റ്മോസ്ഫിയർ അത്ര ശരിയല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നാക്കും കൊണ്ടിങ്ങനെ തൊട്ട് ലിപ്പിനെ നനയ്ക്കുന്നത് ഒരു നല്ല ശീലമല്ല. കൂടുതലും ബാക്ടീരിയ, വൈറസും ഒക്കെ ശരീരത്തിലോട്ട് കേറാനൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. നമ്മളെപ്പോഴും സാനിറ്റൈസ് ചെയ്യുന്ന ഹാൻഡ് മാത്രമാണ് ലിപ്സ് ചെയ്യാറില്ല. ചെയ്യാനും പാടില്ല, ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു ലിപ് ബാം എന്തെങ്കിലും കയ്യിൽ കരുതുക. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആകുന്നെന്ന് തോന്നുമ്പോൾ ലിപ് ബാം നിങ്ങള് ഇടുന്നത് നല്ലതാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിക്കി ലിപ് ബാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് ഞാൻ പറയണം എന്ന് വിചാരിച്ചു. കുറേ പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതെന്ന്. ഞാന് യൂഷ്വലായിട്ട് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ച കാരണം അങ്ങനെ ഇപ്പൊ പറയാറില്ല. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോയുടെ അടിയിൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഞാന് നമ്മളുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പരും നമ്മളുടെ വെബ്സൈറ്റും വാട്ട്സ്ആപ്പ് നമ്പറും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കാരണം ഞാൻ പ്രോഡക്റ്റിനെ കുറിച്ചോ പ്രോഡക്റ്റിന്റെ പ്രൈസിനെ കുറിച്ചോ ഒന്നും ഇവിടെ വീഡിയോയ്ക്കകത്ത് പറയാറില്ല. അത് വേണ്ട. കാരണം വേണ്ടവർ വേണമെന്ന് ആഗ്രഹമുള്ളവർ നേരിട്ട് അവിടെ തന്നെ ചോദിച്ച് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും അല്ലേ? ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. എനിക്കങ്ങനെ അറിയാൻ ആഗ്രഹവുമുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് അവരുടെ ലൈഫ് എന്താണ്? എങ്ങനെയാണ് അവരുടെ ലൈഫ് പോകുന്നത്? അല്ലെ വാട്ട് ഈസ് ദിസ് ലൈഫ്? ഈ ലോകം എന്താണെന്നും ഈ ലോകത്തിൽ ലൈഫ് എന്താണെന്നും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാന്. അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും സംസാരിക്കാറുണ്ട്. സംസാരിച്ച് പണി കിട്ടാറുമുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാൻ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ മനസ്സിൽ എന്താണ്? അല്ലെങ്കിൽ കറന്റ്ലി അവരുടെ സ്ട്രെസ് എന്താണ്? അവരുടെ എക്സ്പീരിയൻസ് എന്താണ് ലൈഫിലുള്ളതെന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ. അങ്ങനെയൊക്കെ സംസാരിച്ച് ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്ത കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. കാരണം എല്ലാവരുടെയും ലൈഫിൽ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? നമ്മളുടെ ലൈഫ് നമ്മൾ നടന്നു വരുന്നത് നമ്മൾക്ക് ഓർമ്മയുള്ളത് ഏകദേശം എനിക്കൊക്കെ എൻ്റെ ഓർമ്മ എനിക്ക് നിൽക്കുന്നത് 2.5 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് എൻ്റെ കാത് കുത്തിയതും അല്ലെങ്കിൽ ഡോക്ടർ എനിക്ക് പനി വരുമ്പോൾ ബുള്ളറ്റിൽ വീട്ടിൽ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ എൻ്റെ സ്വർഗ്ഗം തുല്യമായിട്ടുള്ള ലൈഫായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് പേടിയായിരുന്നു. ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര നല്ലതാണ്. നമ്മളെപ്പോഴും ഓർമ്മകളിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? ഓർമ്മകൾ എപ്പോഴും നമ്മൾക്ക് മധുരമുള്ളതാണ്. കാരണം നമ്മൾ അന്നുണ്ടായിരുന്ന ആ വ്യക്തിയല്ല ഇന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അന്നുണ്ടായിരുന്ന ആ വ്യക്തിക്ക്, ആ കൊച്ചുകുട്ടിക്ക് ആ ബുള്ളറ്റ് ഇങ്ങനെ കടന്ന് വരുമ്പഴും എനിക്കറിയാം ഡോക്ടറാണ് വരുന്നത്, ഇഞ്ചക്ഷൻ എടുക്കാനാണ് പോകുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം നമ്മൾ ആ ഒരു വ്യക്തിയിൽ നിന്നും മാറി പുതിയൊരു വ്യക്തിയിലോട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരിക്കലും ഒന്നും തന്നെ നിരന്തരമല്ല. നമ്മളുടെ ഇപ്പോഴുള്ള ടെൻഷനും നമ്മളുടെ ഇപ്പോൾ ഉള്ള വറീസും ഒന്നും
ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞാൽ കാണത്തില്ല. മേ ബി 1 ഇയർ കഴിഞ്ഞാൽ പോലും കാണത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉള്ള നമ്മളുടെ വിഷമങ്ങളൊക്കെ ഒരു സ്ട്രെസ്സാണ് അല്ലേ? ആ സ്ട്രെസ്സിനെ നമ്മൾ മറികടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഇപ്പം നമ്മൾക്കുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടല്ലോ എന്നുള്ള സ്ട്രെസ്സായിരിക്കും. ഡാർക്ക് സ്പോട്ട് ഉണ്ടല്ലോ എന്നുള്ള സ്ട്രെസ്സായിരിക്കും. ചുളിവുകൾ വന്നു തുടങ്ങിയല്ലോ എന്നുള്ള സ്ട്രെസ്സായിരിക്കും. അതിനൊക്കെ ഞാനില്ലേ ഇവിടെ. അല്ലേ? നമ്മളുടെ വിഭൂതി ഉണ്ടല്ലോ. നമ്മൾക്ക് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫേസിനെ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് മനസ്സിലാക്കുക. നമ്മളുടെ ഫേസിലുള്ള കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. മൊബൈൽ എടുത്ത് ക്യാമറ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് നോക്കുക. കണ്ണാടിയിൽ നോക്കുക. കണ്ണാടി എൻലാർജ് ചെയ്ത് കാണിക്കുന്ന കണ്ണാടികളുമുണ്ട്. ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കാണാം 2 സൈഡുണ്ട് കണ്ണാടിക്ക്. ഒന്നില് ഫേസ് നല്ല വലുതായിട്ട് കാണിക്കും. അതിൽ നമുക്ക് ഐലൈനർ എഴുതാനൊക്കെ എളുപ്പമാണ്. അതുപോലത്തെ കണ്ണാടി നമ്മൾക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഫേസിനെ നന്നായിട്ട് പഠിച്ച് ആ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ബ്യൂട്ടി കെയർ ചെയ്യാൻ പറ്റും. ഒരിക്കലും കണ്ണാടിയിൽ നോക്കാതെ ഇരിക്കരുത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണാടി നോക്കിയിട്ട് 1, 1.5 വർഷമായി ഇപ്പോഴാണ് ആദ്യമായിട്ട് നോക്കുന്നതെന്നൊക്കെ. അങ്ങനെയല്ല, കണ്ണാടിയിൽ നോക്കി നമ്മളെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ മനസ്സിലാക്കിയാലല്ലേ നമ്മളിൽ കൂടിയല്ലേ നമ്മൾ ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് ഈ ലോകം എന്താണെന്നും റിയാലിറ്റി എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് നമ്മൾ എല്ലാം തന്നെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി നോക്കൂ. ഇല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. സൈറ്റിൽ ഇട്ടിട്ടില്ല. നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സൈറ്റിൽ ഞാൻ ഇടാം. സമയം കിട്ടട്ടെ. ഭയങ്കര ബിസിയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പൊങ്കാല ഇടാൻ ഞാൻ പോയിരുന്നു. അതിൻ്റെ ഒരു പിമ്പിൾസ് നിങ്ങൾക്കിവിടെ കാണാം. തീ അടിച്ചതിൻ്റെയാണ്. കുറേ തീയിലിങ്ങനെ ഇരുന്നതിൻ്റെ ആ ഒരു ഹീറ്റ് ഇങ്ങനെ അടിച്ചിട്ട് ഒരു വലിയൊരു പിമ്പിൾ എനിക്കിവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്ത് പിമ്പിൾ പാച്ച് ഒട്ടിച്ചിരിക്കുന്നതാണ് ശരിക്കും കാണാത്തത്. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും വുമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തെന്നിരിക്കുന്നു. നിങ്ങളെല്ലാവരും വുമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ പവറാണ്. ഒരു വുമൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെ പറയും. വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണം. കാരണം അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു ദിവസം. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കാരണം മാത്രമാണ് നമ്മളുടെ വീടുകളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകുന്നതെന്ന് അഭിമാനിക്കാം നമ്മൾക്ക്. അല്ലേ? നമ്മളാണ് വീടിൻ്റെ കീ. നമ്മളാണ് വീടിൻ്റെ മെയിൻ സ്വിച്ച്. ഓക്കെ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. ലിപ്സ്റ്റിക് ഉണ്ടാക്കി നോക്കൂ. പ്രോഡക്റ്റ് വേണം എന്നുള്ളവർ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. ഞാൻ സ്ക്രീനിലും ഇടയ്ക്കിടയ്ക്ക് നമ്പർ കൊടുത്തേക്കാം. വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് നമ്പർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നത് വരെ ടേക്ക് കെയർ.